അതിന്റെ മറവിൽ കടന്നു വരുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഞാൻ അതാണ് പറയുന്നത്. അവരുടെ കയ്യിൽ ആലോചനകളുണ്ട്, അവരുടെ കയ്യിൽ വലിയ ഗൂഢാലോചനകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, IS-നടക്കം ലോകത്ത് IS എന്നതിന്റെ നിർവചനം എന്താണ്? ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടമാണ്. അത് തന്നെയല്ലേ മൗലാന മൗദൂദി സാഹിബ് പറഞ്ഞത്, മതരാഷ്ട്രവാദം എന്നത്, ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത്. ഈമാൻ പൂർത്തിയാവണമെങ്കിൽ, ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ, ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ്? സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട്. വ്യാപകമാണ്. മൗലാന മൗദൂദിയുടെ പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു, എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു. കേരളത്തിൽ യഥേഷ്ടം വിൽക്കപ്പെടുകയാണ്. ഞാനിപ്പോ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണേണ്ട, കേൾക്കേണ്ട പുസ്തകമാണ്. കേരളത്തിൽ ഇന്ന് വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല, മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഉറുദു പുസ്തകമാണ്, പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ്. എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ്. മുർത്തത്തിനെ വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഞാനത് ഏതായാലും ഇവിടെ അത് ഇറക്കണില്ല. കാരണം എന്താണ്, പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല. ഞാനത് ഇറക്കാൻ പോവാണ്. ഞാനതിന്റെ പരിഭാഷ മുഴുവൻ പൂർത്തീകരിച്ചു. അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട്. എവിടെയാണ് IS എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് വായിക്കണം. മനുഷ്യത്വ വിരുദ്ധതയുടെ മുഴുവൻ അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ വായിക്കോന്ന് പറയാം. എന്നിട്ട് ഇബിലിസ് മാറിക്കണമാതിരി കുറച്ച് ദൂരം മാറി നിന്നിട്ട് ഞങ്ങളൊന്നുമില്ലേ, ഞങ്ങൾ കണ്ടോ സാധുക്കള്. നിങ്ങൾ സാധുക്കളായിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ആശയം മുഴുവൻ തീയല്ലേ? ഈ ആശയം മുഴുവൻ മതവിരുദ്ധതയല്ലേ? ഈ ആശയം മുഴുവൻ മാനവികതക്കെതിരല്ലേ? മറ്റൊരു രാജ്യത്ത് പോയ വായു പോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത്? ഇസ്ലാമിക രാജ്യമല്ലാത്തടത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത്? ഒറ്റക്കാര്യം ഞാൻ ചോദിക്കട്ടെ. ഞാൻ സത്യസന്ധമായി ഇവരൊക്കെ പറയേണ്ട ചില വസ്തുതകൾ രാജ്യത്തുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങള്? ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. നമ്മളിവിടെ മദീന കരാർ പോലെ ഇന്ത്യയോട് ബൈഅത്ത് ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഇവിടെ എടുക്കുന്ന പ്രതിജ്ഞയുണ്ട്. ഈ രാജ്യത്ത് പറന്നു വീഴുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അഷ്വറൻസ് ഉണ്ട്. അതെന്താണ്? അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് വാദിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ? ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ? ഞാൻ ഉറപ്പിച്ചു പറയും, ഇവിടെ ബൈഅത്ത് ചെയ്ത ഈ രാജ്യത്തോട്, ഈ രാജ്യത്തിന്റെ ഈ സൗഹൃദവും ഈ സാഹോദര്യവും മറ്റിതര മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ വ്യവസ്ഥിതിയാണ് ശരിയെന്ന് അസന്നിഗ്ധമായി ഞാൻ പറയും. അങ്ങനെ പറയുമോ? ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മതസൗഹാർദ്ദം കാപട്യമാണ്. ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്ന് പറയുന്ന മനുഷ്യ സൗഹാർദ്ദം കാപട്യമാണ്. ആ കാപട്യം ഉറയിൽ മറച്ചു വെച്ചിരിക്കുന്ന വാളു കാണാത്ത സൗഹൃദമാണ്. അവിടെയാണ് മൗദൂദിയെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയാതെ പോകുന്നത്. നിങ്ങൾക്ക് ഇന്ത്യയോട് ലയിച്ചു ചേരണമോ? ഇന്ത്യൻ സെക്യുലറിസത്തോട്, ഇന്ത്യൻ ഡെമോക്രസിയോട്, ഇന്ത്യയുടെ വ്യവസ്ഥിതിയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമോ? ചേരണമെങ്കിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. നിങ്ങൾ മൗലാന മൗദൂദിയെ തള്ളി പറഞ്ഞ മതിയാവൂ, അലി ശരീഅത്തെ തള്ളി പറഞ്ഞ മതിയാവൂ, സയ്യദ് കുത്തുബിനെ തള്ളി പറഞ്ഞ മതിയാവൂ. സയ്യദ് കുത്തുബ് ഒരു കക്ഷത്തും മൗലാന മൗദൂദി മറുകക്ഷത്തും അലി ശരീഅത്തെ തലയുടെ മുകളിലും വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും, എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറിച്ചു തിന്നാലും, ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ ചാനലിനോടും ജമാഅത്തെ ഇസ്ലാമിയോടും പറയട്ടെ, മൗലാന മൗദൂദിയെ നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ. അതെന്റെ ബാധ്യതയാണ്.